മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വികസനത്തിന്റെ 4.5 വർഷങ്ങളാണ് കടന്നുപോയത്. മികച്ച റോഡുകളും പവർക്കട്ടില്ലാത്ത ദിവസങ്ങളും മലയാളിക്ക് പുതിയ ഊർജ്ജമാണ് സമ്മാനിച്ചത്. ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി അവാർഡുകളും സർക്കാരിനെ തേടിയെത്തി. വർഷങ്ങളോളം പൂർത്തീകരിക്കപ്പെടാതെ നീളുന്നതായിരുന്നു നാട്ടിലെ ഓരോ വികസന പദ്ധതികളും. എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ പദ്ധതികളും പൂർത്തീകരിക്കുന്നതിന്റെ നേർചിത്രമാണ് കഴിഞ്ഞ 4.5 വർഷം മലയാളിക്ക് കാണാനായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമയനിഷ്ഠയും കേരളത്തിന്റെ വികസന രംഗത്തേക്ക് കടന്നുവന്നു. അന്തർദേശീയ നിലവാരമുള്ള റോഡുകൾ തീരദേശത്തും ഇടനാട്ടിലും മലനാട്ടിലും, ദേശീയപാതകളുടെ വികസനത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം, മലയോര ഹൈവേ കിഴക്കൻ മേഖലയിലെ ജനജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. തുരങ്കപാത ഉണ്ടാക്കുന്നു വയനാട് കോഴിക്കോട്, അത് ഏകദേശം ഒരു 1000 crores വേണ്ടി വരും. പിന്നെ പാതിരാപ്പള്ളി ടു പള്ളാത്തൂർ പാതിരാപ്പള്ളി ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ടാവുന്നു. ചെങ്ങന്നൂരിലൊരു 40 റോഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇന്നലെ കായംകുളത്ത് 26 റോഡ് ഓപ്പൺ ചെയ്തു. എന്റെ മണ്ഡലത്തിൽ 150 റോഡുകൾ കുറെ ദിവസമായിട്ടാണ് ഓപ്പൺ ചെയ്തത്. മികച്ച ഭരണത്തെ തേടി അംഗീകാരങ്ങളും എത്തി. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ രാജ്യത്തെ മികച്ച ഭരണ നിർവഹണ സംസ്ഥാനത്തിനുള്ള അംഗീകാരം ലഭിച്ചു. 90% വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്. വ്യവസായ വകുപ്പിനും മികച്ച പ്രവർത്തന മികവിന്റെ കണക്കുകളാണ് പറയാനുള്ളത്. നഷ്ടത്തിലായിരുന്ന നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് വന്നു. പുതിയ നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കേരള